ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഹീറ്റ് എന്താണ് എന്നുള്ളതും ഒരു വസ്തുവിന് ഹീറ്റ് നൽകുമ്പോഴും ഹീറ്റ് പുറത്തേക്ക് എടുക്കുമ്പോഴും അതിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ വോളിയം, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് പോലുള്ള മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതും അതിനുശേഷം ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ഹീറ്റ്, ജൂളാണ് SI യൂണിറ്റ് എന്നുള്ളതും കലോറി, BTU, CHU പോലുള്ള വ്യത്യസ്ത തരം യൂണിറ്റുകൾ എന്താണെന്നുള്ളതും പഠിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്പെസിഫിക് ഹീറ്റും തെർമൽ കപ്പാസിറ്റിയുമാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ അത് സ്പെസിഫിക് ഹീറ്റും തെർമൽ കപ്പാസിറ്റിയും പഠിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം ഒരു കലോറി, BTU, CHU എന്നുള്ള കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം. ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ നാട്ടിലെ ഭാരത്തിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ഗ്രാമിൽ വെള്ളം എടുക്കുക, എന്നിട്ട് നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആയിട്ടുള്ള ഡിഗ്രി സെൽഷ്യസ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുക. അതായത് 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുക. അതിനാവശ്യമായ ഹീറ്റിനെയാണ് കലോറി എന്ന് പറയുന്നത്. ഈ ഗ്രാം എന്നുള്ളിടത്ത് പൗണ്ടും ഡിഗ്രി സെൽഷ്യസിൻ്റെ സ്ഥാനത്ത് ഡിഗ്രി ഫാരൻഹീറ്റ് ആകുമ്പോൾ അത്രയും ഹീറ്റിനെ BTU എന്നുള്ളതും, ഗ്രാമിൻ്റെ സ്ഥാനത്ത് പൗണ്ടും സെൽഷ്യസിൻ്റെ സ്ഥാനത്ത് സെൽഷ്യസ് തന്നെ ആയിരുന്നാൽ അത്രയും ഹീറ്റിനെ CHU എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഓരോ യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്പെസിഫിക് ഹീറ്റ് പറയുമ്പോൾ ഇവിടെ വായിക്കാം. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram of substance through 1 degree Celsius. അത് ശ്രദ്ധിക്കുക. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ്, കലോറിയുടെ അതേ അല്ലെങ്കിൽ BTയുടെയും CHUവിൻ്റെയൊക്കെ അതേ ഡെഫിനേഷൻ തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ്. ശ്രദ്ധിക്കുക, 1 gram ഓഫ് സബ്സ്റ്റൻസ്. നമ്മൾ കലോറിയും BTയും CHU ഒക്കെ പറയുമ്പോൾ സബ്സ്റ്റൻസിൻ്റെ സ്ഥാനത്ത് വാട്ടർ എന്നുള്ള സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. 1 ഗ്രാം വെള്ളത്തിൻ്റെ, ഇവിടെ സ്പെസിഫിക് ഹീറ്റ് പറയുമ്പോൾ 1 ഗ്രാം വസ്തുവിൻ്റെ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത വസ്തുക്കൾക്ക് വ്യത്യസ്ത സ്പെസിഫിക് ഹീറ്റുകൾ ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ 1 ഗ്രാം ചോക്കിൻ്റെ സ്പെസിഫിക് ഹീറ്റാണ് നോക്കുന്നതെങ്കിൽ 1 ഗ്രാം ചോക്കാണ് എടുക്കേണ്ടത്. അലൂമിനിയത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ആണെങ്കിൽ 1 ഗ്രാം അലൂമിനിയമാണ് എടുക്കേണ്ടത്. കോപ്പറിൻ്റെ സ്പെസിഫിക് ഹീറ്റാണ് നോക്കുന്നതെങ്കിൽ 1 ഗ്രാം കോപ്പറാണ് എടുക്കേണ്ടത്. എന്നിട്ട് എന്താ വേണ്ടി? അതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തണം, അത്രയേ ഉള്ളൂ. അതായത് കലോറിയുടെ അതേ ഡെഫിനേഷൻ അവിടെ വാട്ടർ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റൻസ് ആയിരുന്നു മാത്രം. അതായത് 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റാണ് കലോറി എങ്കിൽ, ആ വെള്ളത്തിൻ്റെ സ്ഥാനത്ത് 1 ഗ്രാം സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ചോദിച്ചാൽ എന്തായിരിക്കും? 1 ഗ്രാം സബ്സ്റ്റൻസ് എന്നുള്ളിടത്ത് 1 ഗ്രാം വെള്ളം എന്നായിരിക്കും. അപ്പോൾ 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിന് 1 കലോറി എന്നാണ് പറയുക. അപ്പോൾ വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എത്രയാണ്? കലോറിയാണ് അല്ലേ? 1 കലോറിയാണ്. ഇതവിടെ കാണിക്കുന്നുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈക്വൽ ടു ഒരുപാട് 1, 2, 3, 4 തരത്തിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ 1 കലോറി പെർ ഗ്രാം അല്ലേ? ഇതാണ് നമ്മൾ കലോറിൻ്റെ യൂണിറ്റായിട്ട് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ആ കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 1 കലോറി പെർ ഗ്രാം. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ 4 എഴുതുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സ്പെസിഫിക് ഹീറ്റ് സാധാരണ എക്സ്പ്രസ് ചെയ്യാറുള്ള ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസിലാണ്. 1 ഗ്രാം 1 ഡിഗ്രി ഉയർത്താൻ എത്ര ജൂള് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ പറയുമ്പോൾ എത്രയാണ്? 1 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജൂളാണ്? കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്. 1 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 ജൂളാണ്. അപ്പോൾ 4.2 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇതിന് പകരം 4.2 ജൂൾ പെർ ഗ്രാമിന് പകരം 1 കിലോഗ്രാം വെള്ളം ഉണ്ടെങ്കിൽ 4.2 പകരം അതേ ഗുണം 1000, 4200 ജൂളാവും. ഇനി കലോറിയിലാണ് പറയുന്നതെങ്കിൽ 4.2 ജൂൾ എന്ന് പറഞ്ഞാൽ 1 കലോറിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ 1 ഗ്രാം ഡിഗ്രി സെൽഷ്യസിന് 1 കലോറി. ഇനി 1 ഗ്രാമിൻ്റെ സ്ഥാനത്ത് കിലോഗ്രാം ആണെങ്കിൽ കലോറി 1000 കലോറി ആവും.
അപ്പോൾ ഈ 4 തരത്തിലും ഉത്തരങ്ങൾ വരാം വെള്ളത്തിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ചോദിച്ചിട്ട്. അപ്പോൾ അത് ഗ്രാമാണോ കിലോഗ്രാമാണോ എന്നുള്ളതിൻ്റെയും ജൂളിലാണോ കലോറിയിലാണോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമ്പർ എഴുതാൻ. ഗ്രാമും ജൂളും ആണെങ്കിൽ 4.2, കിലോഗ്രാമും ജൂളും ആണെങ്കിൽ 4200. ഇനി ഗ്രാമും കലോറി ആണെങ്കിൽ 1 കലോറി, കിലോഗ്രാമും കലോറി ആണെങ്കിൽ 1000 കലോറി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഞാനൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, H=m×s×T എന്നുള്ളത്. അത് സ്പെസിഫിക് ഹീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷനാണ്. അത് വെച്ച് പ്രോബ്ലംസ് ചെയ്യാറുണ്ട്. അത് ആ പ്രോബ്ലം ഭാഗത്തേക്ക് വരുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് പറയാം. മറ്റൊന്ന് തെർമൽ കപ്പാസിറ്റിയാണ്. ഈ പറയുന്ന കലോറി, BTU, CHU, സ്പെസിഫിക് ഹീറ്റ്, ഈ ഇക്വേഷൻ്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ഇക്വേഷനാണ് തെർമൽ കപ്പാസിറ്റി. ഇവിടെയും ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് എന്ന് പറയുന്നതൊക്കെ ബാക്കിയുള്ള പോലെ തന്നെയാണ്. മാറ്റം വരുന്നത് 1 ഗ്രാം എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഹോൾ മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അതായത് 1 ഗ്രാം 1 പൗണ്ട് എന്നുള്ളതിനൊക്കെ പകരം ആ വസ്തുവിൻ്റെ മുഴുവൻ ഭാരത്തിൻ്റെയും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റാണ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? 1 ഗ്രാമല്ല, മുഴുവൻ ഭാരത്തിൻ്റെയും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെ സ്പെസിഫിക് ഹീറ്റ് എന്നല്ല പറയുക, തെർമൽ കപ്പാസിറ്റി എന്നാണ് പറയുക. 1 ഗ്രാം ഉയർത്താൻ ആവശ്യമായ 1 ഗ്രാം വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താനാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഹീറ്റ് എന്നും, ഒരു വസ്തുവിൻ്റെ മുഴുവൻ ഭാരത്തിൻ്റെയും ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഹീറ്റിനെ തെർമൽ കപ്പാസിറ്റി എന്നുമാണ് വിളിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഭാഗം ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റാണ്. നമുക്കറിയാം വൈദ്യുതി എന്ന് പറയുന്ന ഒരു സാധനം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷൻസിലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നാണെന്നും അറിയാം. ഈ ഇടുക്കിയിലുണ്ടാക്കുന്ന വൈദ്യുതി ഇവിടെ അരീക്കോട് ഭാഗത്തേക്ക് എത്തുന്നത് എങ്ങനെ? അവിടുന്ന് ലൈന് വഴി, ട്രാൻസ്മിഷൻ ലൈന് വഴിയാണ് ഇവിടെ എത്തുന്നത്. വലിയ ടവറുകളുടെ മുകളിലൂടെ 110 kV-യിലും 220 kV-യിലൊക്കെ വൈദ്യുതിയെ ഇവിടെ എത്തിക്കുന്നുണ്ട്. അത്തരം ട്രാൻസ്മിഷൻ ലൈനുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതി ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് ആ വൈദ്യുതി ലൈനുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ ഹീറ്റ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, ട്രാൻസ്ഫറിങ് ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഈസ് കോൾഡ് ആസ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ രൂപത്തിലാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷനാണുള്ളത്. മനസ്സിലാക്കുക. ഒന്ന് കണ്ടക്ഷൻ, രണ്ടാമത്തെ കൺവെക്ഷൻ, മൂന്നാമത്തെ റേഡിയേഷൻ. കണ്ടക്ഷനും കൺവെക്ഷനും റേഡിയേഷനും. എന്താണ് കണ്ടക്ഷൻ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിൻ്റ് തന്നെ ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ സോളിഡ് സബ്സ്റ്റൻസസ്. ഇത് ബാക്കിയെല്ലാം പറയുന്നതിൻ്റെ മുമ്പ് തന്നെ മനസ്സിലാക്കാൻ, ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിലുള്ള ഹീറ്റ് ട്രാൻസ്ഫറിങ് മെത്തേഡാണ് കണ്ടക്ഷൻ. ചാലനം എന്നുള്ളതാണ് മലയാളം, ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിൽ. ഇനി കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവഹനം എന്നാണ് മലയാളത്തിൽ പറയുക. ദ്രാവക വാതക പദാർത്ഥങ്ങളിലുള്ള ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് കൺവെക്ഷൻ വഴിയാണ്. അപ്പോൾ എന്താണ് കണ്ടക്ഷനും കൺവെക്ഷനും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ ധാരണ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതിൻ്റെ പോയിന്റുകളിലേക്ക് പോകാം. കണ്ടക്ഷൻ ഒന്നാമത്തെ പോയിന്റ്, ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ സോളിഡ് സബ്സ്റ്റൻസസ്. ഖരാവസ്ഥയുള്ള വസ്തുക്കളിലുള്ള ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡാണ് കണ്ടക്ഷൻ. ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് ആറ്റംസ് മ്യൂച്വലി. ആറ്റങ്ങൾ പരസ്പരം ഹീറ്റ് കൈമാറിക്കൊണ്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇത് നമ്മളെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയും കൂടി പറഞ്ഞിട്ട് പറയാം. ഹീറ്റ് ട്രാൻസ്മിഷൻ വിത്തൗട്ട് എനി വിസിബിൾ മോഷൻ. കാണുന്ന യാതൊരുവിധ ചലനങ്ങളും കൂടാതെ ആയിരിക്കും. നമുക്ക് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് കാണാനൊന്നും സാധിക്കില്ല. ആ രൂപത്തിലായിരിക്കും കണ്ടക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുക. എക്സാമ്പിൾ, ഹീറ്റിംഗ് ഓഫ് അയൺ റോഡ്. ഒരു ഇരുമ്പ് കമ്പി ചൂടാകുന്നത് കണ്ടക്ഷൻ മെത്തേഡ് വഴിയാണ്.
അപ്പോൾ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മളൊരു അടുപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു ഇരുമ്പിൻ്റെ കമ്പി ഒരു ഭാഗം അടുപ്പിൽ വെച്ചിട്ട് മറ്റേ ഭാഗം നമ്മൾ കൈ കൊണ്ട് പിടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കൈ അടുപ്പുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, തീയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതേസമയം ഈ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ സൈഡിൽ ഈ കമ്പിയുടെ ഈ ഭാഗത്ത് നമ്മൾ പിടിച്ചതാണെങ്കിലും നമുക്ക് തീയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല എങ്കിലും കുറച്ച് കഴിഞ്ഞാൽ കൈ ചൂടാകാൻ തുടങ്ങും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീയിൽ നിന്നുള്ള ചൂട് ഈ കമ്പിയുടെ ഈ തീയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ടച്ചിങ് വരുന്ന ഭാഗത്ത് ആ കമ്പി വലിച്ചെടുക്കും, ഹീറ്റ് വലിച്ചെടുക്കും. ആ ഹീറ്റ് നമുക്കറിയാം എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ഓരോ ആറ്റത്തിനും ഉൾക്കൊള്ളാവുന്ന താങ്ങാവുന്ന ഹീറ്റിൻ്റെ അളവിനൊരു പരിധിയുണ്ട്. അപ്പോൾ കോടിക്കണക്കിന് ആറ്റങ്ങളുണ്ട് ഒരു ഇരുമ്പ് കമ്പിയിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ ഓരോ ആറ്റത്തിനും ഉൾക്കൊള്ളാവുന്ന ഹീറ്റ് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് അടുത്ത ആറ്റത്തിലേക്ക് ആ ഹീറ്റ് കൈമാറും. ഏറെ വരുന്ന ഹീറ്റ് അടുത്ത ആറ്റങ്ങളിലേക്ക് കൈമാറും. അങ്ങനെ അടുത്ത ആറ്റങ്ങളിലേക്ക് കൈമാറി. ഇപ്പോൾ ഒരു ആറ്റത്തിന് 10 കലോറി ഹീറ്റാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നതെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണമായിട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഒരു ഇരുമ്പ് കമ്പിയിലെ എല്ലാ ആറ്റങ്ങൾക്കും 10 കലോറി ഹീറ്റ് എനർജി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അതുമായിട്ട് ആ ഒരു കമ്പിയുമായിട്ട് ടച്ച് വരുന്നത് നമ്മുടെ കൈയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആറ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ കൈ ചൂടാവുന്നത്. അപ്പോൾ അവിടെ എന്തില്ല, നമ്മൾ കാണുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്, ആറ്റങ്ങൾ പരസ്പരം ഹീറ്റ് എനർജി കൈമാറിയിട്ടാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇത്തരം ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിലാണ് ഇത്തരം ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്മിഷൻ നമ്മൾ ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയും. ഇനി സെക്കൻഡ് മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ കൺവെക്ഷനാണ്. ഹീറ്റ് ട്രാൻസ്മിഷൻ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, ദ്രാവക വാതക പദാർത്ഥങ്ങളിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഈ മെത്തേഡ് വഴിയാണ്. ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് വിത്ത് വിസിബിൾ മോഷൻ, കാണപ്പെടുന്ന ചലനത്തോടു കൂടിയാണ് ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇവിടെ കണ്ടക്ഷനിൽ കാണുന്ന ചലനങ്ങളൊന്നുമില്ല എങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഹീറ്റിംഗ് ഓഫ് വാട്ടർ ആൻഡ് എയർ, എന്താണ് നമ്മുടെ വെള്ളം ചൂടാവുന്നതും വായു ചൂടാവുന്നതൊക്കെ ഹീറ്റ് ഈ കൺവെക്ഷൻ മെത്തേഡ് വഴിയാണ്. അപ്പോൾ വെള്ളം ചൂടാവുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തീയുടെ മുകളിൽ വെക്കുകയാണെന്ന് വെക്കുക. ആ പാത്രത്തിലേക്ക് നോക്കി നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പാത്രത്തിലുള്ള വെള്ളം ഇങ്ങനെ തിളച്ച് അല്ലെങ്കിൽ തിളക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിനൊരു ചലനവും സംഭവിക്കുന്നത്, മുകളിൽ നിന്നും താഴേക്കും കുമിളകൾ പോകുന്നതും വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് താഴെ ചൂടാക്കുമ്പോൾ ഈ പാത്രത്തിലെ ഏറ്റവും താഴെ ഭാഗത്തുള്ള വെള്ളത്തിനാണ് ആദ്യം ഹീറ്റ് കിട്ടുന്നത്. ആ കിട്ടുന്ന ഹീറ്റ് എനർജി അത് ഒരു നിശ്ചിത അളവ് ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലുള്ള വെള്ളം തണുത്തതും താഴെയുള്ളത് ചൂടുള്ളതുമായിരിക്കും. അപ്പോൾ ഈ ചൂടുള്ള വെള്ളം മുകളിലോട്ട് പോകും. അപ്പോൾ തണുത്ത വെള്ളം താഴോട്ട് വരും സ്വാഭാവികമായിട്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഈ താഴെ വന്നിട്ടുള്ള വെള്ളം ചൂടാവും. അത് മുകളിലുള്ള ചൂടുള്ള വെള്ളത്തേക്കാൾ ചൂടാവും. അപ്പോൾ ആ ചൂടുള്ള വെള്ളം വീണ്ടും മുകളിലോട്ട് വരും. മുകളിലുണ്ടായിരുന്ന വെള്ളം താഴേക്ക് പോകും. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചൂടായ ഭാഗത്തുള്ള അല്ലെങ്കിൽ ചൂട് കിട്ടിയിട്ടുള്ള വെള്ളം അടുത്ത വെള്ളക്കണികൾക്ക് ചൂട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം അടുപ്പുറത്തുള്ളതിന് തമ്മിൽ സ്ഥലം മാറിക്കൊണ്ടേയിരുന്നു അല്ലെങ്കിൽ ചലനത്തോടു കൂടി തന്നെ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ ആ വെള്ളം ചൂടാവുകയാണ്. അത്തരത്തിലുള്ള ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്.
നമ്മളൊരു അടച്ചിട്ട മുറിയിൽ ഫാനിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. ആദ്യമൊക്കെ തണുത്ത കാറ്റായിരിക്കും ഉണ്ടാകുക. പിന്നീട് എന്ത് സംഭവിക്കും? ഈ തണുത്ത കാറ്റിന് പകരം ചൂട് കാറ്റ് വരും. കാരണം എന്താ? ചൂടായ ഹീറ്റ് എയറായിരിക്കും പിന്നീട് റൂമിൻ്റെ മുകൾ ഭാഗത്തുണ്ടാകുക. ആ മുകൾ ഭാഗത്തു നിന്നുള്ള എയറിനെയാണ് ഫാന് കറക്കി കാറ്റായിട്ട് നമുക്ക് ശരീരത്തിൽ ഏൽപ്പിക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് എത്തുന്നത് ചൂടാവും. പിന്നെ അത് റൊട്ടേറ്റ് അടച്ചിട്ട റൂമാകുമ്പോൾ വായു സഞ്ചാരം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ ചൂടായിട്ടുള്ള എയർ തന്നെയാണ് താഴെ വരുന്നതും പിന്നീട് മുകളിലോട്ട് പോകുന്നതും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ടോട്ടൽ എയർ ചൂട് കൂടി വരുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ എയറിലും വാട്ടറിലും ഗ്യാസ് സ്റ്റേറ്റിലുള്ളതും ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കളിൽ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്ന മെത്തേഡാണ് കൺവെക്ഷൻ. ഇനി ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു മെത്തേഡ് റേഡിയേഷനാണ്. നമുക്കറിയാം റേഡിയേഷൻ എന്ന് പറയുന്നത് മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. വികിരണങ്ങളായിട്ടാണ്. നമുക്ക് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് എനി മീഡിയം, യാതൊരുവിധ മാധ്യമങ്ങളുടെയും സഹായം കൂടാതെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡാണ് റേഡിയേഷൻ. അപ്പോൾ നമുക്കറിയാം ഒരു മൊബൈൽ ടവറിൽ നിന്ന് മൊബൈലിലേക്കുള്ള റേഞ്ച് വരുന്നത് വികിരണങ്ങളായിട്ട് റേസ് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അല്ലേ? അതിന് പ്രത്യേകിച്ച് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സൂര്യൻ എന്നുള്ള ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെ? ഭൂമി ഇതിൻ്റെ ഇടയിൽ വായു ഉള്ളത് കൊണ്ടാണോ? അല്ല. പകരം എന്താ? സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ വായുള്ള പ്രദേശമുണ്ട്. വായു ഒന്നുമില്ലാത്ത ശൂന്യാകാശം എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗങ്ങളിലൂടെ എല്ലാം ചൂട് ഇവിടെ ഭൂമിയിലെത്തുന്നത് എങ്ങനെയാണ്? അതായത് ചൂടിനൊരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ പ്രത്യേകിച്ച് മാധ്യമങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അല്ലാത്ത രൂപത്തിലും പോകും. പക്ഷേ ഈ കണ്ടക്ഷൻ വഴിയോ കൺവെക്ഷൻ വഴിയോ പോകുന്ന അത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തില്ലായിരിക്കും. എന്നാലും യാതൊരുവിധ മാധ്യമങ്ങളുടെയും ആവശ്യമില്ലാതെയും ഹീറ്റ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകും. ആ ഒരു മെത്തേഡിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് പലപ്പോഴും എക്സാമ്പിളാണ് ചോദിക്കുക. അതായത് ചോദ്യം വരും, സൂര്യനിൽ നിന്നുള്ള ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ മെത്തേഡാണ്? അത് റേഡിയേഷനാണ് എന്നുള്ളത്. ഒരു വെള്ളം ചൂടാവുന്നത് ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷനാണെന്ന ചോദ്യത്തിന് കൺവെക്ഷനാണ് എന്നുള്ളതും, ഒരു ഇരുമ്പ് കമ്പി ചൂടാവുന്നത് ഏത് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷനാണ് എന്നുള്ളതിന് അത് കണ്ടക്ഷനാണ് എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കുക, പഠിക്കുക, നോട്ട് എഴുതിയെടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.